Okay. Types of teeth. Okay. Look at your teeth in a mirror. Now, feel the edges of your teeth. Are all the teeth alike? Eat a biscuit. Which teeth do you use to bite the biscuit? അപ്പോ നമ്മുടെ പല്ല് എല്ലാ പല്ലിന്റെയും എഡ്ജസ് ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്താ പറയുന്നത്? ഈറ്റ് എ ബിസ്ക്കറ്റ്. ഒരു ബിസ്ക്കറ്റ് കഴിച്ചു നോക്കുക. വിച്ച് ടീത്ത് ഡു യു യൂസ് ടു ബൈറ്റ് ദ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് കടിക്കാനായിട്ട് നമ്മൾ ഏത് ടീത്താണ് യൂസ് ചെയ്യുന്നത്? ദേവാഞ്ജന അവിടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ. Then which teeth do you use to bite the biscuit? Which teeth do you use to chew the biscuit? ബിസ്ക്കറ്റ് കടിക്കുന്നതിന് ഏത് പല്ലാണ് ഉപയോഗിക്കുന്നത്? അതിനുശേഷം അത് chew ചെയ്യുന്നതിന് ഏത് ടീത്താണ് യൂസ് ചെയ്യുന്നത്? All our teeth do not have the same shape and size. നമ്മുടെ എല്ലാ പല്ലിനും ഒരേ ഷേപ്പും സൈസും ഒന്നും അല്ല ഉള്ളത്. We use different teeth for different purposes. നമ്മുടെ ഓരോ പല്ലിനും ഓരോ പർപ്പസസ് ഉണ്ട്. ഓരോ കാര്യത്തിനായിട്ടാണ് നമ്മൾ ഓരോ പല്ലും യൂസ് ചെയ്യുന്നത്. ഓരോ പല്ലിന്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ട്, നമുക്ക് അറിയാം അല്ലേ? നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ. ഇനി there are 4 types of teeth. 4 തരത്തിലുള്ള പല്ല്. നമ്മുടെ പല്ലിനെ നമ്മൾ 4 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നോക്കിയേ. Incisors, canis, premolars and molars. ഇതൊക്കെയാണ് 4 എണ്ണം. Incisors, canis, premolars and molars. Okay. Next, incisors. എന്താ നോക്കാം. Our 4 teeth in the front. Our 4 teeth in the front in each jaw are called incisors. നമ്മുടെ മുകളിലത്തെ നിരയിലുള്ള ആ 4 പല്ലിനെയാണ് നമ്മൾ ഇൻസിസേഴ്സ് എന്ന് വിളിക്കുന്നത്. They have sharp straight edges. അല്ലേ? നല്ല ഷാർപ്പ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇവർക്കുള്ളത്. They help to cut or bite food. ഫുഡിനെ ച്യൂ ചെയ്യുന്നതിനല്ല, എന്തിനാണ്? കട്ട് ഓർ ബൈറ്റ് അല്ലേ? ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ ആദ്യത്തെ കടിച്ചു പൊട്ടിക്കുന്നതിന് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസിസേഴ്സ് ആണ്. The 4 teeth in the front. Next one, canis. എന്താണ് canis? On either side of the incisors is a sharp pointed teeth called the canine. Okay. എന്താണ്? On the other either side, 2 സൈഡിലും അല്ലേ? ഫ്രണ്ടിലെ ആ 4 ടീത്തിന് ശേഷം സൈഡിലുള്ള 2 ടീത്ത്, അതിനാണ് ആ പോയിന്റഡ് ആയിട്ടുള്ള 2 ടീത്ത്. അതാണ് നമ്മൾ കാനീസ് എന്ന് വിളിക്കുന്നത്. They help to tear food. There are 2 canis in each jaw. അപ്പൊ മുകളിലും താഴെയുമായിട്ട് 2 canis വീതം ഉണ്ട് നമുക്ക്. ഫ്രണ്ടിലെ 4 ടീത്തിന്റെ സൈഡിലായിട്ട് മുകളിലും താഴെയും നമുക്ക് ഈ 2 canis ഉണ്ട്. അതെന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ടിയർ ഫുഡ്. ഓക്കെ. അവര് ഷാർപ്പ് പോയിന്റഡ് ആണ്. അവരാണ് നമ്മളെ ഫുഡ് ടിയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. Next one, premolars. Next to the canis are broad and flat teeth called premolars. നമ്മൾ ആദ്യം കണ്ടത് ഇൻസിസേഴ്സ് ആണ്. അതെന്താണ്? The 4 teeth in the front അല്ലേ? അതിനുശേഷം നമ്മൾ കാനീസ് കണ്ടു. എന്താണ്? ഇൻസിസേഴ്സിന്റെ സൈഡിലുള്ള 2 ടീത്ത് ആണ് കാനീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്ന പ്രീമോളാർസ്. എന്താ നോക്കിയേ. Next to the canis are broad and flat teeth called premolars. Okay. Next to the canis are broad and flat അല്ലേ? നമ്മൾ അണപ്പല്ലുകൾ എന്നൊക്കെ പറയും. Okay. They help to crack hard food. അപ്പോൾ നല്ല ഹാർഡ് ആയിട്ടുള്ള ഫുഡ് പൊട്ടിക്കുന്നതിന് ഇവർ സഹായിക്കുന്നു. There are 4 premolars in each jaw. They are also called cracking teeth. So premolars ആണ് നമുക്ക് നെക്സ്റ്റ് കാനീസ് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് എന്ത്? പ്രീമോളാർസ്. അവർ നമ്മളെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? in order to bite the hard food. നെക്സ്റ്റ് വൺ, മോളാർസ്. എന്താന്ന് നോക്കിയേ. നെക്സ്റ്റ് the premolars are the molars. അങ്ങേ അറ്റത്ത് വരുന്നത്, ഏറ്റവും അങ്ങ് വരുന്നത് അണപ്പല്ലുകൾ. They are broader than the premolars. പ്രീമോളാർസിനേക്കാൾ കൂടുതലായിട്ട് എന്താണ്? ബ്രോഡർ ആണ് അല്ലെ? അതിനേക്കാൾ വലിപ്പമുണ്ട് അവർക്ക്. They help to crush and grind the food. അവരാണ്
ഫുഡിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. Thus they are also called grinding teeth. അതുകൊണ്ട് ഇവരെ എന്തെന്നും കൂടെ വിളിക്കുന്നുണ്ട്? ഗ്രൈൻഡിങ് ടീത്ത് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. There are 6 molars in each jaw. The last molar of each side in each jaw is called wisdom teeth. അപ്പൊ ഏറ്റവും അറ്റത്ത് വരുന്ന പല്ലുകൾക്ക് നമ്മൾ വിസ്ഡം ടീത്ത് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോ വന്നിട്ടില്ല. ഓക്കെ, വിസ്ഡം ടീത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കെയർ ഓഫ് ദ ടീത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്? പാർട്സ് ഓഫ് എ ടൂത്ത്. ഒരു ടൂത്തിന് എത്ര പാർട്സ് ഉണ്ടെന്നാ പറഞ്ഞത്? 3 പാർട്സ് ഉണ്ട് അല്ലെ? ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. അതിനുശേഷം നമ്മൾ സ്ട്രക്ചർ ഓഫ് എ ടൂത്ത് കണ്ടു. പിന്നെ ടൈപ്സ് ഓഫ് ടീത്ത് ഏതൊക്കെയാണ്? ഇൻസിസസ്, കാനീസ്, പ്രീമോളേഴ്സ് ആൻഡ് മോളേഴ്സ്. ഈ 4 കൈൻഡ്സ് ഓഫ് ടീത്ത് ഉണ്ടെന്ന് കണ്ടു. ഇനി നമ്മൾ കെയർ ഓഫ് ദ ടീത്ത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടീത്തിനെ കെയർ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇനി കാണാൻ പോകുന്നത്. Our teeth are hard and strong. They help us to bite, cut, tear and chew the food we eat. But if we do not keep our teeth clean, they will decay and fall. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? മിൽക്ക് ടീത്ത് അല്ലെ? മിൽക്ക് ടീത്തിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ടീത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ്? പെർമനന്റ് ടീത്ത് എന്നാണ് പറയുന്നത്. ഇനി ഈ പെർമനന്റ് ടീത്തിനെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, നമ്മൾ നന്നായിട്ട് പല്ല് തേച്ച് ഓക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? they will decay and fall. അത് കേടുവന്ന് ഒന്നെങ്കിൽ പറിച്ചു കളയേണ്ടി തന്നെ വരും. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മൾ ശ്രദ്ധിക്കാത്തത് മൂലമാണ്. അല്ലെ? decaying teeth. When we eat something, bits of food sometimes get stuck between the teeth. This can cause the growth of bacteria. Okay, ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്താണ്? നമ്മൾ ആ കഴിച്ച ഫുഡിന്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ നമ്മുടെ ടീത്തിന്റെ ഇടയിലൊക്കെ ഇരിക്കും അല്ലെ? കുടുങ്ങി ഇരിക്കും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയോ? അത് അവിടെ നിന്ന് അവിടെ എന്താണ്? അവിടെ ബാക്ടീരിയ ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ടീത്തിന് മൊത്തം കേട് സംഭവിക്കും. What happens if the teeth are not properly cleaned? നമ്മുടെ ടീത്ത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? A sticky yellowish covering called plaque appears on the teeth. ഒരു യെല്ലോയിഷ് കളർ വരും നമ്മുടെ പല്ലിന് മുഴുവൻ അല്ലെ? നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ പല്ലിന് മുഴുവൻ ഒരു മഞ്ഞ കളർ വരും. പിന്നീട് അത് റിമൂവ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. Then this includes the presence of germs. അപ്പൊ ഈ ഒരു യെല്ലോയിഷ് കളർ കണ്ടാൽ എന്തതിനർത്ഥം? The presence of germs are there. ജേംസ് നമ്മുടെ പല്ലിനെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം. The germs give out acidic juices to help them digest the food particles stuck in the food. എന്താ ചെയ്യുന്നത്? The germs give out acidic juices. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ പല്ലിനിടയിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇരുന്നത് ജേംസ് രൂപം ചെയ്യുന്നു. അതിനുശേഷം ആ ജേംസ് എന്ത് ചെയ്യുന്നത്? ആ ഫുഡ് ഡൈജസ്റ്റ് ആവുന്നതിന് വേണ്ടുന്ന അസിഡിക് ജ്യൂസ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ടോ these juices first harm the enamel of the teeth. അപ്പോൾ ഈ ബാക്ടീരിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ അസിഡിക് ജ്യൂസസ് ആദ്യം നമ്മുടെ പല്ലിന്റെ ഇനാമലിനെ തകർക്കുന്നു. then the dentin and finally the pulp. ഓക്കെ, അപ്പോ നമ്മുടെ മോണയെയും പല്ലിന്റെ എന്താ പറയുന്നത് ഇന്നർ പാർട്ടിനെയും എല്ലാം ഈ അസിഡിക് ജ്യൂസ് ഡിസ്ട്രോയ് ചെയ്യുന്നു. A hole called cavity appears in the inner part of the teeth. പല്ലിന് എന്താണ്? cavities ഉണ്ടാവുന്നു. A hole അല്ലെ? സുഷിരങ്ങളൊക്കെ സംഭവിക്കുന്നു. Now when we eat, more and more food particles enter the cavity. ആ ചെറിയ ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമ്മൾ എപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ഫുഡിന്റെ ചെറിയ ചെറിയ പാർട്സ് എപ്പോഴും എവിടെ കുടുങ്ങിയിരിക്കും? ആ പല്ലിന്റെ ആ വിടവില് എപ്പോഴും കുടുങ്ങിയിരിക്കും.
Okay. So then, എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ആ ചെറിയ ഹോള് വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും എന്താണ് ഫുഡ് പാർട്ടിക്കിൾസ് എപ്പോഴും അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യും. A small cavity can become big if you do not go to a dentist. അപ്പോൾ ചെറിയൊരു പ്രശ്നം അവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു പല്ലിന് വന്നു എന്ന് കണ്ടാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അത് വെച്ചുകൊണ്ടിരിക്കുകയല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഡെന്റിസ്റ്റിനെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് അത് അവിടെ ഇരുന്നത് വലുതായി വലുതായി വലിയ പ്രശ്നമായി മാറും. The decay can even spread to other teeth. അപ്പോ ഒരു പല്ലിനുള്ള ആ കേട് മറ്റു പല്ലിലേക്കും പകരാനായിട്ട് ഇടയുണ്ട്. The germs in the rotting tooth will attack the germs and cause pain and toothache. Yeah, the germs in the rotting tooth will attack the germs and cause pain and toothache. അപ്പോ ആദ്യമൊന്നും പ്രശ്നം കാണില്ല, കുറച്ച് കഴിയുമ്പോൾ എന്താണ് നമുക്ക് പല്ല് വേദന എടുക്കാൻ തുടങ്ങും. അപ്പൊ എന്താ അർത്ഥം? അത് പല്ല് അങ്ങേറ്റം ഇതായി. അല്ലെങ്കിലോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ പല്ലിൽ ചെറിയൊരു ഹോൾ ഉണ്ട്, ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിനെ സമീപിച്ചാല് അതിനുള്ള റെമഡീസ് അവർ പറഞ്ഞൊന്നും ചെയ്യും. അതല്ല നമ്മളത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല, അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പോവുകയാണ് എന്താ സംഭവിക്കുന്നത്? പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് സീരിയസ് പ്രശ്നമായി മാറുകയും നമുക്ക് ഭയങ്കര ടൂത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും, പല്ലുവേദന ഉണ്ടാവുകയും ചെയ്യും അല്ലേ? Decaying tooth can cause bad breath. Germs from the decaying teeth can also enter the stomach and cause infection. അല്ലെ? ഒരു ഭയങ്കര ബാഡ് സ്മെല്ല് വരും. അപ്പൊ നമ്മുടെ ആ കേടുള്ള പല്ല് നമ്മുടെ വായിലുള്ളപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ആ ഒരു ബാഡ് സ്മെല്ലിന്റെ ഫീല് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ജേംസ് ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ പോകും. ഈ ബാക്ടീരിയയുടെ ഈ പ്രവർത്തനം മൂലം ഉണ്ടാവുന്ന എന്താ ഈ അസിഡിക് ജ്യൂസസ് ഒക്കെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ എന്താണ് സ്റ്റൊമക്കില് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം എന്താണ് റെമഡീസ് ഉണ്ട് നമുക്ക് അല്ലെ? നമ്മൾ നന്നായിട്ട് നമ്മുടെ ടീത്തിനെ കെയർ ചെയ്ത് നമ്മളിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിക്കാണെങ്കിലും പല്ല് ചേർക്കാറുണ്ടോ നിങ്ങൾ രാത്രിക്ക് കിടക്കുന്നതിന് മുൻപ്? ഓക്കെ, മോർണിംഗിലും വൈകുന്നേരവും നമ്മൾ ബ്രഷ് ചെയ്ത് നന്നായിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും അവിടെ പിടിച്ചിരിപ്പില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. നന്നായിട്ട് ബ്രഷ് ചെയ്യുക. നിങ്ങൾ നല്ല നിങ്ങളുടെയൊക്കെ നല്ല പല്ലുകളാണ് ഇപ്പോൾ അല്ലെ? അപ്പൊ ആ പല്ല് നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നന്നായിട്ട് ബ്രഷ് ചെയ്യുക, സമയമെടുത്ത് ബ്രഷ് ചെയ്യുക. ഓക്കെ, ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും അവിടെ കുടുങ്ങിയിരിപ്പില്ല എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്ത് അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ടീത്തിന് ഉണ്ടാവില്ല. അതേസമയം അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ടീത്തിന് പ്രശ്നങ്ങൾ വരും. നൈറ്റിൽ നമ്മൾ പല്ല് തേക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അന്ന് പകൽ സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. രാവിലെ പല്ല് തേച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അല്ലെ? വൈകുന്നേരത്തെ ഫുഡും കഴിച്ച് നമ്മൾ പല്ല് തേച്ചില്ലെങ്കിൽ എന്താ ചെയ്യാൻ പോയിക്കുന്നത്? ഇൻ കേസ് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 12 hours നമ്മൾ ഉറങ്ങാൻ പോവുക അല്ലെ? അതേ സമയം ആ അഴുക്കുകളൊക്കെ നമ്മുടെ പല്ലിനിടയിൽ ഇങ്ങനെ ഇരിക്കും. അത് നമ്മുടെ പല്ലിന് ദോഷം ചെയ്യും. അപ്പൊ നമ്മള് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം കിടക്കുകയാണെങ്കിലോ നമ്മുടെ ടീത്ത് ഓൾറെഡി ക്ലീൻ ആയി അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പാട്ട്? പാഠത്തിന് മനസ്സിലായി? വലിയ ടഫ് അല്ലാത്തതുകൊണ്ടാണ് മിസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് നോക്കിയേ, പ്രിവെന്റിങ് ടൂത്ത് ഡീക്കേ. നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പല്ലിന്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ തടയാം എന്നാണ് പറയുന്നത്. We should brush our teeth every morning and every night before going to bed. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് അല്ലെ? നമ്മള് രാവിലെയും വൈകുന്നേരവും നമ്മുടെ പല്ല് നമ്മൾ തേച്ചിരിക്കണം. Move the toothbrush upwards and downwards rather than sideways. നമ്മൾ പല്ല് തേക്കുമ്പോഴോ മുകളിലോട്ട് തേക്കണം, താഴോട്ട് തേക്കണം, സൈഡ് വേസിലോട്ട് തേക്കണം അല്ലെ? ജസ്റ്റ് ഇങ്ങനെ രണ്ടൊരിക്കൽ അങ്ങോട്ടും രണ്ടൊരിക്കൽ ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞ് നിർത്തി പോവുകയല്ല വേണ്ടത്. ഓക്കെ, രാവിലെ എണീറ്റ് വരുമ്പോ അമ്മേനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് പേസ്റ്റും എടുത്ത് പോയി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തീർന്ന പരിപാടി തിരിച്ചു വന്നു.
അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, സമയമെടുത്ത് ബ്രഷ് ചെയ്യുക. അമ്മ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ അമ്മ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ പതുക്കെ പല്ല് തേച്ചിട്ട് വന്നാൽ മതി. പല്ല് നന്നായിട്ട് രണ്ട് ഫേസിലും അപ്വേർഡ്സും ഡൗൺവേർഡ്സും സൈഡിലൂടെയൊക്കെ തേച്ച് എന്നിട്ട് തിരിച്ചു വരാവുള്ളൂ. അല്ലാതെ അമ്മേനെ ബോധിപ്പിക്കാൻ മാത്രം പല്ല് തെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഡോക്ടറെ അടുത്ത് പോയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തു കളയേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനൊന്നും ഇടകൊടുക്കരുത്. Then പിന്നെന്താ പറയുന്നത്? We should not eat too many sweets and chocolates. Yes, അത് പറഞ്ഞ ഇപ്പൊ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഓടിക്കും അല്ലേ? Do not eat too many sweets and chocolates. അത് മാത്രം പറയണ്ടെന്ന് ഇവിടെ ആരൊക്കെ പറയുന്നത്. അപ്പോ ഒരുപാട് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒന്നും കഴിക്കാൻ പാടില്ല. പല്ല് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വീറ്റ്സ് ഒന്നും കഴിക്കണ്ട. അതല്ല വേഗം തന്നെ അപ്പൂപ്പന്റെ അമ്മൂമ്മനെ പോലെ പല്ലൊക്കെ പോയിട്ടിരിക്കാന്നാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മുടെ പല്ലിന് ഇഷ്ടമല്ല ഒരുപാട് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒന്നും കേട്ടോ. ഓക്കെ, then while cleaning your teeth, massage the gums with a finger. Exercise the gums by eating fibrous food. ഓക്കെ, നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം, ബ്രഷും കൊണ്ട് പല്ല് തേച്ചതിന് ശേഷം നമ്മുടെ ഫിംഗർ ഇട്ട് നമ്മളൊന്ന് പല്ല് തേക്കണം. നമ്മുടെ മോണയൊക്കെ നമ്മളൊന്ന് തിരുമ്മി കൊടുക്കണം. ഓക്കെ, ബ്രഷും കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് വരച്ച് കഴുകുകയല്ല ചെയ്യേണ്ടത്. ബ്രഷ് കൊണ്ട് നമ്മളിപ്പോ പറഞ്ഞതുപോലെ നമ്മള് അപ്വേർഡ്സും ഡൗൺവേർഡ്സും സൈഡ് വേസിലും ഒക്കെ തേക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ പല്ല് ഒന്ന് തേച്ച്, അതുപോലെ നമ്മുടെ മോണയൊക്കെ അല്ലേ ഒന്ന് തിരുമ്മിയൊക്കെ കൊടുക്കണം. മോണയ്ക്കൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? We should always wash our mouth after every meal. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഫുഡ് കഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മൗത്ത് നമ്മൾ വാഷ് ചെയ്യണം. Then to keep our teeth healthy, we need to eat food rich in calcium like milk and milk products. നമ്മള് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഉപയോഗിക്കണം. കാൽസ്യം ആവശ്യമാണ് നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ ബലം ഉണ്ടാവണമെങ്കിൽ കാൽസ്യം വേണം. ഓക്കെ, അപ്പൊ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണം. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ഓക്കെ, യൂസ് എ ഡെന്റൽ ഫ്ലോസ് ടു ക്ലീൻ ബിറ്റ്വീൻ ദ ടീത്ത്. ഓക്കെ, നമ്മുടെ പല്ലുകളുടെ ഇടയിൽ ഒരു പല്ലിന്റെ ഇടയിലൂടെ നമ്മൾ ക്ലീൻ ചെയ്യാം. അതിനുവേണ്ടി നമ്മളൊരു ഡെന്റൽ ഫ്ലോസ് യൂസ് ചെയ്യണം. ക്ലീൻ യുവർ ടങ് ഓൾസോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല്, ഇപ്പോഴത്തെ കുട്ടികൾ പലർക്കും കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ടങ് ക്ലീൻ ചെയ്യില്ല. ബ്രഷ് എടുത്ത് നല്ലപോലെ പല്ലൊക്കെ തേക്കും, പക്ഷെ ടങ് ക്ലീനർ ഒന്നും യൂസ് ചെയ്യത്തില്ല. ദേവാഞ്ജന യൂസ് ചെയ്യുന്നുണ്ട്. എത്ര കുട്ടികൾ ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ എത്ര പേര് ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്? ഓക്കെ, നിങ്ങളിലും പലരും യൂസ് ചെയ്യാത്തവരുണ്ട്. ഓക്കെ, അപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ടങ് ക്ലീനർ ഉപയോഗിക്കണം. ടങ് ക്ലീനർ ഉപയോഗിച്ച് നമ്മുടെ ടങ് എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ചിലപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയി വരുന്നില്ല. കാരണം എന്താണ്? ടങ് ക്ലീൻ ചെയ്യാറില്ല അല്ലേ? ഇവിടെ ചിലരിച്ചിരിക്കുന്നുണ്ട്, ചിലർക്കൊക്കെ അറിയാൻ സംഭവം. ഓക്കെ, അപ്പൊ നമ്മുടെ ടങ് ക്ലീൻ ചെയ്തിരിക്കുന്നു. മീൻസ് അത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ, ഞങ്ങളുടെയൊക്കെ നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോ ഉണ്ടല്ലോ, അത് നിർബന്ധമായിരുന്നു.
ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അപ്പൊ അത് ഇപ്പൊ ടഗ്ലിൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സമയത്തൊക്കെ എന്താ പറയുന്നറിയോ, തെങ്ങിന്റെ പിന്നെ ഇതില്ലേ പച്ചയോ ഈർക്കിലില്ലേ ഓലയുടെ മുകളിൽ അതെടുത്തിട്ട് പോലും ടഗ്ലിൻ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊന്നും അത് അറിയില്ല അല്ലെ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ടങ് ക്ലീനർ ഇല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കാം, അങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. ഓക്കെ, സോ ദെൻ വിസിറ്റ് എ ഡെന്റിസ്റ്റ് റെഗുലർലി ഫോർ ചെക്കപ്സ്. റെഗുലർ ആയിട്ട് ഡെന്റിസ്റ്റിനെ പോയി കാണണം. നിങ്ങളിപ്പോ ഡെന്റിസ്റ്റിനെ ഒന്നും കാണാൻ പോകണ്ട, നിങ്ങളുടെ ആരുടെയും പല്ലിന് കേടൊന്നുമില്ല, നിങ്ങളിപ്പോ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇനി അമ്മയോട് പറയണം, ടീച്ചർ പറഞ്ഞു എല്ലാ ആഴ്ചയിലും ഡെന്റിസ്റ്റിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞു, ഇനി അതൊരു യാത്രയാക്കണ്ട. ഓക്കെ, ഇപ്പൊ ഡെന്റിസ്റ്റിനെ ഒന്നും കാണാൻ പോകണ്ട, ലാസ്റ്റ് അമ്മമാരെല്ലാം കൂടെ എന്നെ ശരിയാക്കും. അപ്പൊ ഡെന്റിസ്റ്റിനെ ഒന്നും കാണാൻ പോകണ്ട, നന്നായിട്ട് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് അത്രയും മതി നമുക്ക് അല്ലേ? അത്രയും ഇത് ഡൈജസ്റ്റ് ചെയ്യുള്ളൂ, നിങ്ങളുടെ കപ്പാസിറ്റി കഴിഞ്ഞു. ഓക്കെ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പേപ്പർ മിസ് നോക്കിയിരുന്നു, വലിയ കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദേവാഞ്ജലി ഇപ്പൊ മാർക്ക് ചോദിക്കാനായിരിക്കും. മാർക്ക് ഇപ്പൊ ഞാൻ പറയുന്ന തരുന്നില്ല. സേബ ആഷിനല്ലേ? സേറ ആൻസേഴ്സ്. സിനാൻ, നിഹാൽ, ദേവപ്രിയ. ഇന്ന് ഷമീലൊന്നും ഇല്ലേ? ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ദേവാഞ്ജന? എന്താ അൺമ്യൂട്ട് ചെയ്യും? എന്തോ ഞാൻ കേട്ടില്ല. പാഠത്തിന്റെ ഈ പാഠത്തിന്റെ കുറെ അത് ഇതിലെഴുതുവാണ്. നോക്കാം. പാഠം കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ അത്. അപ്പൊ ബൈ. എന്താ അല്ല മോളെ? ഒന്നുമില്ല. ഓക്കെ.